ഹായ് ഗായ്സ്, നമുക്കിന്നൊരു ബ്രൈഡൽ സ്കിൻ കെയർ റുട്ടീൻ കാണാം. സോ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സിമ്പിൾ ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ടേമറിക്കാണ്. ടേമറിക് പൗഡർ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു പൗഡറാണ്. നമ്മുടെ സ്കിന്നിലെ ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനും നല്ല ക്ലീൻ ആൻഡ് എലഗൻറ്റ് ലുക്ക് തരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ടേമറിക്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡറാണ്. ഓറഞ്ച് പീൽ നമുക്കറിയുന്ന പോലെ തന്നെ റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ അതിന് എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ നമ്മുടെ ഡെഡ് സ്കിൻസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനും ഒരു ഇൻസ്റ്റൻറ്റ് ഫെയർനെസ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൗഡറാണ് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ. ഈ ഓറഞ്ച് പീൽ പൗഡർ കുറച്ച് എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതാണ് സാൻഡൽവുഡ് പൗഡർ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റ് സാൻഡൽവുഡ് പൗഡറാണ്. ഇതും ഒരു മിറാക്കിൾ ഏജൻ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കേർഡ് നമ്മൾ എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻ്റാണ്. ഇതാണ് നമ്മൾ ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ ചേർത്തിട്ട് നമ്മുടെ പാക്ക് ലിക്വിഡും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതൊരു 5 to 10 minutes നമ്മൾ കീപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അത് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഫേസിൽ ഇടുന്ന പാകത്തിന് സെറ്റാകും. ആ സമയത്ത് മാത്രം എടുത്തിടുക. നമ്മൾ ഇത് ചെയ്ത ഉടനെ തന്നെ അല്ലെങ്കിൽ മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ഒരു 5 to 10 minutes നമ്മൾ കീപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഫങ്ഷനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ പാക്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അലർജീസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ സംഭവിക്കുന്നെന്ന് അറിയാനായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ഒരു സ്കിൻ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്കിന്നിൻ്റെ ഹാൻഡിൽ അവിടെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇടുന്നത് നല്ലതായിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് നമ്മുടെ പാക്ക് വേണ്ടിയത്. ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി. ഇതിൽ കേർഡും നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറൊക്കെ ആഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഒക്കെ തരാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഉണങ്ങിയിട്ട് ഇനി 5 minutes വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യണം.